ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാണ്, വിച്ച് ഇസ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം NCERT എപ്പോഴും പറയുന്ന പോലെ NCERT വൃത്തിയിൽ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ വൃത്തിയിൽ വായിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ് കേൾക്കാവൂ. നമുക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ടച്ച് ചെയ്ത് പോവാൻ ടൈമില്ല. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളാണ് പറയുക. കൂടെ നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യണം. നിങ്ങൾ എന്റെ കൂടെ തന്നെ NCERT പഠിച്ചിട്ട് വന്ന് ക്ലാസ് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത്രയും കാലം ഇപ്പൊ ഒരു 3-4 വർഷമായി സ്ഥിരമായിട്ട് വെറും NCERT മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അപ്പൊ NCERT പഠിച്ചാൽ മതി. NCERT അടിപൊളിയായിട്ട് ഇത് പഠിച്ചാല് നിങ്ങൾക്ക് നല്ല സ്കോർ ബയോളജി തന്നെ കിട്ടും. ബയോളജി തന്നെ 90 ക്വസ്റ്റ്യൻസിൽ ഒരു 80സോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് വലിയ കാര്യമല്ല. നന്നായിട്ട് NCERT പഠിച്ച ഒരു കുട്ടിക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 80ഓളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും വളരെ കുറച്ച് മാർക്ക് മതി നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ. ഓക്കെ, അപ്പം ട്രൈ യുവർ ബെസ്റ്റ്. NCERT പച്ചവെള്ളമാക്കുക. ഓക്കെ, എന്നിട്ട് ക്ലാസ് കേൾക്കാം. അണ്ടർസ്റ്റുഡ്? അപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നെ കുറെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നിങ്ങൾക്കറിയാം. സെല്ലിനെ പറ്റി വാട്ട് ഇസ് സെൽ? സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അല്ലെ? ഇറ്റ് ഇസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പൊ സെല്ല് ആദ്യമായിട്ട് സെല്ല് ഹു ഡിസ്കവേർഡ് സെൽ എന്ന് വെച്ചാൽ ആരാ? റോബർട്ട് ഹുക്ക്. ആരാ? റോബർട്ട് ഹുക്ക് ആണ് സെല്ലിനെ ഡിസ്കവർ ചെയ്ത ആള്. അതൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. പിന്നെ ആന്റോൺ ലീവൻ ഹുക്ക് ഉണ്ട്, അല്ലെ? ആന്റോൺ ലീവൻ ഹുക്ക് എന്താ ചെയ്തത്? ഇയാളാണ് ആദ്യമായിട്ട് ലിവിങ് സെല്ലിനെ ഡിസ്കവർ ചെയ്ത മനുഷ്യൻ. മറ്റേത് ഡെഡ് സെല്ലായിരുന്നു. ആര്? റോബർട്ട് ഹുക്ക് ഡിസ്കവർ ചെയ്തത്. ആന്റോൺ ലിവൻ ഹുക്ക് ലിവിങ് സെല്ലിനെ ഡിസ്കവർ ചെയ്തു. ഓക്കെ, പിന്നെ സെല്ലിന്റെ ഉള്ളിലെ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത ആളാണ് റോബർട്ട് ബ്രൗൺ. ആരാ? റോബർട്ട് ബ്രൗൺ. അപ്പൊ റോബർട്ട് ഹുക്ക് ഉണ്ട്, പിന്നെ ആന്റോൺ വാൻ ലിവൻ ഹുക്ക്, പിന്നെ റോബർട്ട് ബ്രൗൺ. സോ ഫാദർ ഓഫ് സെൽ, അല്ലെങ്കിൽ സെല്ലിനെ കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാൽ ഹുക്കിനെ പറയണം. ഓക്കെ, സെല്ലിന് ലിവിങ് സെല്ലെന്ന് ലൈഫ് സെൽ എന്ന് പ്രത്യേകം ചോദിച്ചാല് ആന്റോൺ ലിവൻ ഹുക്ക് പറയണം. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു. അപ്പൊ റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് റൂട്ട് ഓഫ് ഓർക്കിഡ് ഇല്ലേ? ഓർക്കിഡിന്റെ റൂട്ട്, ഓർക്കിഡ് പ്ലാന്റിന്റെ റൂട്ടിൽ നിന്നാണ് അയാള് അതിനെ മര്യാദക്ക് പിന്നെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോഴാണ് അയാൾ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത്, ഓർക്കിഡിന്റെ റൂട്ട്. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് സയന്റിസ്റ്റുകളുടെ പേര്. ഓക്കെ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരെ പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ നമ്മൾ പോകുന്നത് സെൽ തിയറിനെ പറ്റിയിട്ടാണ്. അപ്പം സെല്ല് കണ്ടുപിടിച്ച ഉടനെ തന്നെ സെൽ തിയറി ആയിട്ട് കുറച്ച് ആൾക്കാര് രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സെൽ തിയറി. സെൽ തിയറിയില് കുറച്ച് സയന്റിസ്റ്റുകൾ കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് സെൽ തിയറിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ സെല്ലിനെ പറ്റി പഠിക്കുന്ന ആളാണ് 1838 മാത്തിയാസ് സ്ക്ലീഡർ. അയാൾ ഒരു ബൊട്ടാണിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടുപിടിച്ച എന്താന്ന് വെച്ചാൽ അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാ പ്ലാന്റ്സിനെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സെൽ വെച്ചിട്ടാണ്. ഓൾ ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്നാണ് ആര് പറഞ്ഞ? സ്ക്ലീഡർ പറഞ്ഞത്. ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പം വേറൊരാള്, അയാൾ ഒരു സുവോളജിസ്റ്റാണ്. അയാളുടെ പേരാണ് ഷ്വാൻ. അയാളാണ് നമുക്കറിയാം ഒരു സെല്ലിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ നമ്മൾ എന്തായിരുന്നു വിളിച്ചത്? സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ. സോ പ്ലാസ്മ മെംബ്രെയിനെ കണ്ടുപിടിച്ച ആള് ആയിരുന്നു ആര്? ഷ്വാൻ. ഷ്വാൻ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് അയാൾ പറഞ്ഞു, അയാൾ കണ്ടുപിടിച്ച സാധനമാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതേപോലെ രണ്ടാമത്തെ കാര്യം അയാൾ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനെയും കൂടെ പ്ലാസ്മ മെംബ്രെയിന്റെ കവറിംഗ് ആയിട്ട് വരുന്ന സാധനമാണ് എന്ത്? സെൽ വാള്, അല്ലെ? സെൽ വാൾ എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. പ്ലാന്റ്സിന് മാത്രമേ സെൽ വാൾ ഉള്ളൂ, ആനിമൽസിന് സെൽ വാൾ ഇല്ല. ഈ കാര്യം കണ്ടുപിടിച്ചതും ഇയാളാണ്. അപ്പൊ സെൽ വാൾ ഇസ് നോട്ട് പ്രസന്റ് ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിച്ചത് ആരാ? ഷ്വാൻ ആണ്. ഓക്കെ, അവസാനം ഷ്വാൻ
ഒരു എന്താ പറയാ ഒരു കൺക്ലൂഷനിലെത്തി. അയാൾ പറഞ്ഞു ഓൾ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഓൾ ദ പ്ലാന്റ്സ് ആർ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞ ആളാണ് ഷ്വാൻ. അപ്പൊ ഷ്വാൻ എന്താ പറഞ്ഞ പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാക്കിയത് സെല്ല് വെച്ചിട്ടാണ്. ഇയാൾ പറഞ്ഞു പ്ലാന്റ്സിനെ ഉണ്ടാക്കിയത് സെല്ല് വെച്ചിട്ടാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ എന്താ പറയാ രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ഒരു സെൽ തിയറിയില് നമ്മളൊരു സെൽ തിയറി എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് all the organisms are made up of cells and products of cells. Cells and products of cells. അപ്പൊ ഇവര് രണ്ടുപേരുടെയും കൂടെ പിന്നെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയത്. All the organisms are made up of cells and products of cells. Actually ഇദ്ദേഹം പറഞ്ഞത് പ്ലാന്റ്സിനെ ഉണ്ടാക്കിയത് സെല്ല് വെച്ചിട്ടാണ്. ഇയാൾ പറഞ്ഞ പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാക്കിയത് സെല്ലിനെ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ആരാ? ഷ്വാൻ ആണ് കേട്ടോ. ഷ്വാൻ ആണ് പറഞ്ഞത് ഓൾ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ. രണ്ടുപേരുടെ കൂട്ടി നമ്മൾ സെൽ തിയറിയിലെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്ന സെന്റൻസ് ആണിത്. ഓക്കെ, പിന്നെ അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ സെൽ തിയറി. പക്ഷെ പിന്നീട് ഇതിലേക്ക് ഒരാളും കൂടെ കടന്നു വന്നു. അയാളുടെ പേരാണ് ഇൻ 1855 റുഡോൾഫ് വിർച്ചോ. അയാൾ പറഞ്ഞു ഓൾ ദി സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെല്ലിന് ഉണ്ടാവാൻ പറ്റുള്ളൂ. Okay, all the cells are formed from pre-existing cell എന്ന് പറഞ്ഞ ആളാണ് റുഡോൾഫ് വിർച്ചോ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മോഡേൺ സെൽ തിയറി എന്ന് അറിയപ്പെടുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിനയാൾ ഒരു പേര് കിട്ടു, ഓംനിസ് സെല്ലുലേ ഈ സെല്ലുലേ. അയാളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് omnicellulae, ecellulae. All the cells are formed from pre-existing cell. ഒരാളും പെട്ടെന്ന് അങ്ങ് പൊട്ടി മുളക്കുകയല്ല. എല്ലാ സെല്ലും ഉണ്ടാകുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു സെല്ലിൽ നിന്നാണ്. അപ്പൊ ഇത്രയാണ് സെൽ തിയറിയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? സ്ക്ലീഡൻ ഉണ്ട്, ഷ്വാൻ ഉണ്ട്. ഷ്വാൻ എന്തൊക്കെയാ പറഞ്ഞേ? ഷ്വാൻ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷ്വാൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ കണ്ടുപിടിച്ച മനുഷ്യൻ. അതേപോലെ സെൽവാള് ആർക്കില്ല, സെൽവാൾ പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ, ആനിമൽസിന് ഇല്ല എന്നും അയാൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ കാര്യം അയാൾ പറഞ്ഞു ഓൾ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ. അപ്പം ഇവർ രണ്ടുപേരുടെ സ്റ്റേറ്റ്മെന്റ് കൂട്ടിയിണക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒന്നാമത്തെ സെൽ തിയറി സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഓൾ ദി ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ. പിന്നെ 1855 റുഡോൾഫ് വിർച്ചോ രംഗത്തെത്തി. അയാൾ പറഞ്ഞു സെൽസ് എവിടുന്ന ഫോം ചെയ്യുന്നത്? ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതിനെന്താ പറയുക? ഓംനിസെല്ലുലേ ഈ സെല്ലുലേ. അപ്പൊ സെല്ലിനെ കുറിച്ച് കുറെ ബേസിക് കാര്യം പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് ആരുടെയാ? മൈക്കോപ്ലാസ്മ അല്ലെ. ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മേന്റെ ആണ്. എത്ര അതിന്റെ ഡയമീറ്റർ? 0.3 മൈക്രോമീറ്റർ ആണ്. ബാക്ടീരിയ ആണെങ്കിൽ ആവറേജ് 3 to 5 മൈക്രോമീറ്റർ. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് സെൽ മൈക്കോപ്ലാസ്മ 0.3 മൈക്രോമീറ്റർ, ബാക്ടീരിയയുടെ 3 to 5 മൈക്രോമീറ്റർ. അതൊക്കെ നോട്ട് ചെയ്യുക, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ലാർജസ്റ്റ് സെൽ എഗ് ഓഫ് എൻ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന്റെ എഗ്ഗിന്, ഓസ്ട്രിച്ചിന്റെ മുട്ടയില്ലേ, അതാണ് ഏറ്റവും ലാർജ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്ന സെൽ. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സെൽ ഏതാ? നമ്മുടെ നെർവ് ഫൈബർ, ന്യൂറോൺ ഇല്ലേ മക്കളെ, അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സെല്ല്. അതേപോലെ സെല്ലുകൾ, അതേപോലെ നമ്മൾ RBC ഇല്ലേ, നമ്മുടെ ബോഡിയിൽ RBCയുടെ സൈസ് അവർ പറയുന്നുണ്ട് വിച്ച് ഇസ് 7 മൈക്രോമീറ്റർ. അങ്ങനെ കുറച്ച് സൈസുകൾ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ കുറെ സെല്ല് പല വെറൈറ്റി ഓഫ് സൈസസിലും ഷേപ്പിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം സൈസും ഷേപ്പും തമ്മിൽ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, അത് നോക്കണം. ഓക്കെ ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് സെല്ലിന്റെ ഒരു ഇൻട്രൊഡക്ഷണറി പോർഷനിൽ പറയാനുള്ളത്. ഇനി സെല്ല് നിങ്ങൾക്കറിയാം, യുക്കാരിയോട്ടിക് സെല്ലുണ്ട്, പ്രൊക്കാരിയോട്ടിക് സെല്ലുണ്ട് അല്ലെ. എന്താ യുക്കാരിയോട്ടിക് സെല്ല്? ഒരു സെല്ലില് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസും
എന്താ പറയാ മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് ഉണ്ടെങ്കിൽ അവരെയാണ് എന്ത് വിളിക്കുക യുകാരിയോട്ടിക് സെൽ. ഒരു നല്ല ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള ഒരു ന്യൂക്ലിയസും നല്ല കുറെ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസും ഉണ്ടെങ്കിൽ അവരെയാണ് എന്ത് വിളിക്കുക യുകാരിയോട്ടിക് സെൽ. പ്രൊകാരിയോട്ടിക് സെല്ലോ ഡെഫിനിറ്റ് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസോ അതേപോലെ സെൽ ഓർഗനൽസോ ഇല്ലാത്തവരാണ് എന്ത് വിളിക്കുക പ്രൊകാരിയോട്ടിക് സെൽ. പ്രൊകാരിയോട്ടിക് സെൽ ആരുടെയൊക്കെയാ ബാക്ടീരിയ അല്ലെ. കിണ്ട മൊണേറക്കാര് മൊത്തം എന്താ പ്രൊകാരിയോട്സാ. പിന്നെ മൊണേറ കഴിഞ്ഞ് ബാക്കിയുള്ള 4 കിണ്ടം എന്ന് വെച്ചാൽ ആരൊക്കെ പെടും പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ്, ആനിമൽ. ഇവര് 4 പേരും യൂകാരിയോട്സ് ആണ്. അറിയാലോ. ഓക്കെ, അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പിന്നെ പറയുന്നത് സെല്ല്, പ്ലാന്റ് സെല്ലുണ്ട് ആനിമൽ സെല്ലുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ? എന്തൊക്കെയാണ് വ്യത്യാസം? പ്ലാന്റ് സെല്ലില് സെൽ വാൾ പ്രസന്റ്, ആനിമൽ സെല്ലില് സെൽ വാൾ ആബ്സെന്റ്. ഓക്കെ, പിന്നെന്താ വ്യത്യാസം? സെൽ വാൾ ഉണ്ട്, സെൽ വാൾ ഇല്ല. പിന്നെ പ്ലാന്റ് സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ട് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വീട്ടിലുണ്ടോ? ഇല്ല. പിന്നെ ആനിമൽ സെല്ലിലുള്ള ഒരു സെൽ ഓർഗനാണ് സെൻട്രോസോം. ആരാ? സെൻട്രോസോം. വിച്ച് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ, വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ് സെൽ. പിന്നെ ഇവർക്ക് വാക്യൂളോ എന്താ അവസ്ഥ? ലാർജ് വാക്യൂൾ ആണ്. ലാർജ് വാക്യൂൾ ആണ്. ഇവിടെയോ സ്മോൾ വാക്യൂൾ ആണ് അല്ലെ. ഇവർക്ക് സ്മോൾ ആണ്. ഓക്കെ, പിന്നെന്താ വ്യത്യാസം? അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ്. ഇനി നിങ്ങൾക്കറിയാം, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് പ്രൊകാരിയോട്ടിക് സെല്ലിനെ പറ്റിയിട്ടാണ്. യുകാരിയോട്ടിക് സെല്ല്, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും പിന്നെ പഠിക്കാം. ആദ്യം പ്രൊകാരിയോട്ടിക് സെല്ലിനെ പറ്റി പഠിക്കാം. പ്രൊകാരിയോട്ടിക് സെല്ലിന് വെച്ചാൽ ഒരു ബാക്ടീരിയയുടെ സെല്ല്. ബാക്ടീരിയയുടെ സൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ 3 to 5 മൈക്രോമീറ്റർ. മൈക്രോപ്ലാസ്മയുടെ സൈസ് 0.3 മൈക്രോമീറ്റർ. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ എന്തായിരുന്നു ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കാം. ഓക്കെ, ഒരു ബാക്ടീരിയയുടെ സെല്ലാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ബാക്ടീരിയയുടെ സെല്ല് പറയുകയാണെങ്കിൽ സെല്ലിന്റെ ഔട്ടർ കവറിങ്ങിനെ നമ്മൾ സെൽ എൻവലപ്പ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും ഇന്നർ ലെയറിനെ നമ്മൾ എന്താ വിളിക്കുക? പ്ലാസ്മ മെംബ്രെയിൻ. എന്താ വിളിക്കുക? പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനെ കവർ ചെയ്തിരിക്കുന്ന അടുത്ത ലെയർ ആണ് സെൽ വാൾ. സെൽ വാളിന്റെ മുകളിൽ വേറൊരു കവറിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്ലൈക്കോകാലിക്സ്. എന്താ വിളിക്കുക? ഗ്ലൈക്കോകാലിക്സ്. അപ്പൊ 3 മൊത്തം ഉണ്ട്. ഞാൻ കുറച്ചൊരു പോർഷനെ വരയ്ക്കുന്നുള്ളൂ. ഈ ലെയറാണ് ഗ്ലൈക്കോകാലിക്സ്. രണ്ടാമത്തെ ലെയർ സെൽ വാൾ. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോകാലിക്സ് ചിലവരിൽ ഭയങ്കര ടഫ് ഗ്ലൈക്കോകാലിക്സ് ആയിരിക്കും, ചിലവരിൽ തിൻ ഗ്ലൈക്കോകാലിക്സ് ആയിരിക്കും. ടഫ് ആണെങ്കിൽ ഗ്ലൈക്കോകാലിക്സ് ഭയങ്കര ടഫ് ആണെങ്കിൽ അത് നമ്മൾ പറയും ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇനി തിൻ ആണെങ്കിൽ അത് നമ്മൾ പറയും സ്ലൈം ലെയർ എന്ന് വിളിക്കും. എന്താ വിളിക്കാം? സ്ലൈം ലെയർ. എന്താ ഗ്ലൈക്കോകാലിക്സ്? ഗ്ലൈക്കോകാലിക്സ് ഇസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് ആണ് ഇവിടെ നമ്മുടെ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇവരൊക്കെ പോളിസാക്കറൈഡ്സ് അല്ലെ. ഗ്ലൂക്കോസിന്റെ കുറെ ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്ന പോളിമറിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഗ്ലൈക്കോകാലിക്സ് ഇസ് മേഡ് ഓഫ്, ഗ്ലൈക്കോ എന്ന് വെച്ചാൽ തന്നെ അറിയാം ഗ്ലൂക്കോസ് അല്ലെ. സോ ഗ്ലൈക്കോകാലിക്സ് ഇസ് മേഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ്. ഓക്കെ, അപ്പൊ 3 ലെയേഴ്സ്. അപ്പൊ ഈ 3 ലെയേഴ്സിനെ കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെൽ എൻവലപ്പ്. എന്താ വിളിക്കാം? സെൽ എൻവലപ്പ്. ഇനി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിനുള്ളിലുള്ള ഫ്ലൂയിഡ് മെട്രിക്സിനെ എന്താ വിളിക്കുക നമ്മള്? സൈറ്റോപ്ലാസം അല്ലെ. എന്താ വിളിക്കുക? സൈറ്റോപ്ലാസം. അപ്പൊ ഒരു സെല്ലിന്റെ ഉള്ളിൽ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്ന സ്ഥലമാണ്, ആ ഒരു മെട്രിക്സ് ആണ് സൈറ്റോപ്ലാസം. ഇനി സെല്ലിന്റെ ഉള്ളില് വേറെ എന്താ ഉണ്ടാവുക? ഈ പ്ലാസ്മ മെംബ്രെയിനിലെ പ്ലാസ്മ മെംബ്രെയിന് സെല്ലിനുള്ളിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻസ് കാണാം. പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിന്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് ഫോൾഡിങ്സ് ഉണ്ടാക്കുന്ന കണ്ടോ? ഈ ഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് മീസോസോം. എന്താ വിളിക്കാം? മീസോസോം. മീസോസോമിൽ കുറെ ഫങ്ഷൻസ് ഉണ്ട്. മീസോസോം ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ സഹായിക്കും. പിന്നെ
ഈ ഒരു എന്താ പറയാ സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കും. ഹെൽപ്പ് ഇൻ ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ. റെസ്പിറേഷന് സഹായിക്കും. സെക്രീഷൻസ്, അങ്ങനെ കുറെ ഫങ്ഷൻസ് ഉള്ള ഒരാളാണ് ഒരു മീസോസോം. വാട്ട് ഈസ് മീസോസോം? ഇറ്റ് ഈസ് ദ ഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻടു ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസിന്റെ ഉള്ളിലോട്ടേക്കുള്ള പ്ലാസ്മ മെംബ്രെയിന്റെ ആ ഫോൾഡിങ്സിനെ എന്താ വിളിക്കാം? മീസോസോം. മീസോസോമിൽ വെച്ച് കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവർക്ക് ഒരു ഡെഫിനറ്റ് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല, ന്യൂക്ലിയസ് ഇല്ല. പകരം അവരുടെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ബാക്ടീരിയന്റെ ഉള്ളില് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. DNA. എന്താ? DNA. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ക്രോമസോമൽ DNA. സോ ക്രോമസോമൽ DNA അവർക്കുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ഡെഫിനിറ്റ് ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ ഒരു മെംബ്രെയിന്റെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് അവർ പ്രൊക്കാരിയോട്ടിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ട്രൂ ന്യൂക്ലിയസ് അവർക്കില്ല. സോ മീസോസോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് ഒരു DNA ഉണ്ട്. ഇതല്ലാതെ അവരുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ട്. സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA which is known as plasmid. അറിയാലോ? എന്താ വിളിക്കാം? പ്ലാസ്മിഡ്. പ്ലാസ്മിഡിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്ലാസ്മിഡിന്റെ ജോലി എന്താ? പ്ലാസ്മിഡ് ഹെൽപ്സ് ഇൻ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആളാണ് പ്ലാസ്മിഡ്. നിങ്ങൾ ഇതില് ബയോടെക്കില് നമ്മൾ പഠിച്ചാണ് അതിനെ പറ്റിയിട്ട്. പിന്നെ ഇവരുടെ സെല്ലില് ഇവരെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന സാധനത്തിന് എന്താ വിളിക്കാം? ഫ്ലജെല്ല. എന്താ വിളിക്കാം? ഫ്ലജെല്ല. ഫ്ലജെല്ലക്ക് 3 പാർട്സ് ആണുള്ളത്. What are the 3 parts of flagella? Filament, hook and basal body. 3 parts of flagella are filament, hook and basal body. പിന്നെ ഇവരെ സെൽ സർഫസിൽ ചെറിയ ചെറിയ കുറെ സർഫസ് സ്ട്രക്ചേഴ്സ് കാണാറുണ്ട്. ദാറ്റ് ഈസ് പിലി ആൻഡ് ഫിംബ്രിയെ. ഇച്ചിരി വലിയ സ്ട്രക്ചർ ആണ് പിലി. ദിസ് ഈസ് ഫിംബ്രിയെ. ഫിംബ്രിയെ എന്തിനാ സഹായിക്കാന്ന് വെച്ചാൽ ഓരോ സർഫസുമായിട്ടൊക്കെ ബാക്ടീരിയനെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് ഫിംബ്രിയെ. പിലി ഹെൽപ്പിംഗ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പിലി ഹെൽപ്പ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ പിലി ഉണ്ട്, ഫിംബ്രിയ ഉണ്ട്, ഫ്ലജെല്ല ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്ടീരിയയുടെ സെല്ലിൽ കാണുന്ന ഒരു ഓർഗനലാണ് ആര്? നമ്മുടെ സ്വന്തം റൈബോസോം. ആരാ? റൈബോസോം. സോ റൈബോസോമിന്റെ പ്രത്യേകത എന്താ? റൈബോസോം ഇസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ. പ്രോകാരിയോട്ടില് ഒരു സെൽ ഓർഗനലിലും മെംബ്രെയിൻ ബൗണ്ടഡ് അല്ല. ഈവൻ റൈബോസോം ഇസ് ഓൾസോ നോട്ട് മെംബ്രെയിൻ ബൗണ്ട്. മെംബ്രെയിൻ ബൗണ്ടഡ് അല്ല. അപ്പൊ റൈബോസോം ഇസ് കോമൺ അല്ലെ? യുകാരിയോട്ടിക്കിനും പ്രൊകാരിയോട്ടിനും കോമൺ ആയി കാണുന്ന സെൽ ഓർഗനൽ ആണ് ആര്? റൈബോസോം. They are non-membrane bound. ഇവിടെ ഇവരുടെ റൈബോസോം 70S ടൈപ്പ്. റൈബോസോം ഏതാ? ഇവരുടെ റൈബോസോം 70S ടൈപ്പ് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം? റൈബോസോം ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രൊകാരിയോട്ടിക് സെല്ലിനെ പറ്റി പഠിക്കാനുള്ള. പ്രൊകാരിയോട്ടിക് സെൽ എന്ന് വെച്ചാൽ ആരൊക്കെ പെടും? മൈക്കോപ്ലാസ്മ, PPLO, പ്ലൂറോ ന്യൂമോണോ ലൈക്ക് ഓർഗാനിസം പഠിച്ചിട്ടില്ലേ? പിന്നെ സൈനോബാക്ടീരിയ, ബാക്ടീരിയാസ് ഒക്കെ. ബാക്ടീരിയയുടെ 4 ഷേപ്പ് എന്തൊക്കെയാണ് നോക്കളെ? ബാക്ടീരിയ വെറൈറ്റി ഓഫ് ഷേപ്സ് അല്ലെ? ബാസിലസ്, കോക്കസ്, സ്പൈറലം ആൻഡ് വിബ്രിയോ. മെയിനായിട്ട് 4 ഷേപ്പുകളില് ബാക്ടീരിയാസ് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രൊകാരിയോട്ടിക് സെല്ലിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി യുകാരിയോട്ടിക് സെൽ. ഏതാ? യുകാരിയോട്ടിക് സെല്ലില് നിങ്ങൾക്കറിയാം പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ലുണ്ട് അല്ലെ? പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ലുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ എ ഡയഗ്രാം ഓഫ് എ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും ഔട്ടർ കവറിംഗ് ആണ് സെൽ വാൾ. ഇവർക്ക് ഗ്ലൈക്കോകാലിക്സ് അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് സെൽ വാൾ. സെൽ വാളിന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. എന്താ? പ്ലാസ്മ മെംബ്രെയിൻ. നടുവിലൊരു ലാർജ് വാക്യൂൾ ഉണ്ടാവും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസ്. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുക?
റൈബോസോം ഉണ്ടാവും, ഗോൾജി അപ്പാരറ്റസ് ഉണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും. അപ്പൊ ഞാൻ എല്ലാം വളരെ റഫായിട്ടാ വരയ്ക്കുന്നത്. വി ഹാവ് നോ ടൈം. പിന്നെന്താ മക്കളെ ഉണ്ടാവുക? സൈറ്റോസ്കെലിറ്റൺ ഉണ്ടാവും, സൈറ്റോസ്കെലിറ്റൺ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താരോ മൈറ്റോകോൺട്രിയായി ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും അല്ലെ. പ്ലാന്റ് ആയതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറെ സ്ട്രക്ചേഴ്സ് എവിടെയുണ്ട്? പ്ലാന്റ്സിലുണ്ട്. ഓക്കെ, ഇനി ആനിമൽ സെൽ ആണെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇവർക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. പിന്നെ വാക്യൂള് ചെറുതാണ്, കുറെ നമ്പർ ഉണ്ടാവും. ഇവിടെ വലുതാണ്, ഒറ്റ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. അവിടെ ചെറുതാണ്, കുറെ നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ റൈബോസോംസ് ഉണ്ട്, റൈബോസോം ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ റൈബോസോം കാണാറുണ്ട്. നേരത്തെ പോലെ ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്. ഓക്കെ, മൈറ്റോകോൺട്രിയ ഉണ്ട്, സൈറ്റോസ്കെലിറ്റൺ ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റില്ല, പകരം അവർക്കൊരു സെൻട്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ പേര് സെൻട്രോസോം. ഇങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് എവിടെയുണ്ട്? ആനിമൽ സെല്ലിലുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഓരോരുത്തരെ പറ്റി പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താ പറയാ, പ്ലാന്റ് സെല്ലിലാണെങ്കിലും ആനിമൽ സെല്ലിലാണെങ്കിലും അവരെ ഫ്ലൂയിഡ് മെട്രിക്സിൽ എന്താ വിളിക്കുക നമ്മള്? സൈറ്റോപ്ലാസം. എന്താ വിളിക്കുക? സൈറ്റോപ്ലാസം. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. This is cell wall. Cell wall is absent in animal cell. Okay, this is nucleus. Okay, this is plastid. Another chloroplast. This is Golgi body. Vacuole. Golgi. Then this is their vacuole. Okay, this is cytoskeleton. നമ്മള് നമ്മുടെ സ്കെലിറ്റൺ ഇല്ലേ, നമ്മുടെ ബോണൊക്കെ, ബോണും കാർട്ടിലേജ്, അതേപോലെ സെല്ലിന് ആ ഒരു ഷേപ്പ് ഒക്കെ കൊടുക്കുന്ന സ്കെലിറ്റനെയാണ് സൈറ്റോസ്കെലിറ്റൺ എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെ ആരാടുള്ള? മൈറ്റോകോൺട്രിയ അല്ലെ. ദിസ് ഇസ് മൈറ്റോകോൺട്രിയ. അപ്പൊ ഓരോന്നിനെ പറ്റി നമുക്ക് ബ്രീഫ് ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ. അപ്പൊ സെല്ലിന് കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ നോൺ ആസ് സെൽ മെംബ്രെയിൻ അല്ലെ. സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിലൊക്കെ പഠിപ്പിച്ചു തന്നതാണ്. രണ്ട് എൻഡാ ഉള്ളത്. ഒരു ഹൈഡ്രോഫിലിക് എൻഡും അഥവാ പോളാർ ഹെഡും hydrophobic end. This is their head, polar head. This is non-polar tail. Non-polar tail. Okay, polar head is hydrophilic. This is structure of cell membrane ആണ്. Non-polar tail is hydrophobic. Hydrophobic. Okay. Yeah. So the cell membrane is made up of end substances. They are phospholipids. Lipids. Which lipid? Phospholipid. Phospholipid plus proteins. ആണ് നമ്മുടെ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ made up of lipid and protein. ഇത് ഞാനിപ്പോ കാണിച്ചത് എന്തുവാ? This ലിപ്പിഡ്. ലിപ്പിഡ് രണ്ട് ലെയർ കണ്ടോ? ഇതാണ് ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ. ലിപ്പിഡ് ബൈലെയർ ആണ്. ലിപ്പിഡ് ബൈലെയർ പ്ലസ് പ്രോട്ടീൻ ചേർന്നതാണ് സെൽ മെംബ്രെയിൻ. അപ്പം ഇതിന്റെ ഉള്ളില് പ്രോട്ടീൻ കാണാം. ചിലപ്പോൾ സർഫസിന്റെ മുകളിലാണ് പ്രോട്ടീൻ കാണാം, ചിലപ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇതിന്റെ ഉള്ളിലാണ് പ്രോട്ടീൻ കാണാം.
പ്രോട്ടീൻ എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ട്രാൻസ്പോർട്ട്. പുറത്ത് കാണുന്ന പ്രോട്ടീനെ നമ്മൾ പെരിഫറൽ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഉള്ളിൽ കാണുന്ന പ്രോട്ടീൻ ചിലപ്പോൾ പാർഷ്യലി ആയിരിക്കും ആ മെമ്പറൈൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഫുള്ള് ആ മെമ്പറൈൻ്റെ ഉള്ളിലായിരിക്കും. അതാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പം സെല്ലിന്റെ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ പെരിഫറൽ പ്രോട്ടീൻ ഉണ്ട്, ഇന്റഗ്രൽ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ എവിടെ കാണാം? ഇൻ ലിപ്പിഡ് ബൈലെയർ. വിച്ച് ലിപ്പിഡ്? ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അപ്പം പല സെല്ലുകളിലും ഇവർ പല കോൺസെൻട്രേഷനിലായിരിക്കും കാണാം. ഓക്കെ, അതേപോലെ ലിപ്പിഡും പ്രോട്ടീൻ മാത്രമല്ല, ചിലതില് കൊളസ്ട്രോൾ കാണാറുണ്ട്, കൊളസ്ട്രോളിന്റെ കണ്ടന്റ് കാണാറുണ്ട്, ചിലതില് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ വെറും ലിപ്പിഡ് പ്രോട്ടീൻ അല്ല, കൂടെ കുറച്ച് വേറെ ചില സബ്സ്റ്റൻസ് വളരെ മൈനോറിറ്റി കോൺസെൻട്രേഷനിൽ കാണാറുണ്ട്. ഓക്കെ, സെൽ മെമ്പറിന്റെ സ്ട്രക്ചറിന്റെ മോഡൽ നമ്മൾ എന്താ വിളിക്കുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. എന്താ വിളിക്കുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ, സോ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ വിളിക്കും. അപ്പം ഇതിനെ അവര് കമ്പയർ ചെയ്യുന്നത് ഒരു ഇതുമായിട്ടാണ്. എന്താ? പ്രോട്ടീൻസ് ഓഫ് ഐസ്ബർഗ്സ് ഇൻ സീ ഓഫ് ലിപ്പിഡ്സ്. കടലിൽ ഐസ്ബർഗ്സ് എങ്ങനെയാ കാണുന്നത് അതുപോലെയാണ് ലിപ്പിഡ് ലെയറിൽ പ്രോട്ടീൻസ് കാണും. കടലിൽ എങ്ങനെ ഐസ്ബർഗ്സ് കാണാം? ഒന്ന് കുറച്ച് ഐസ്ബർഗ് മുകളിലോട്ട് കാണും, കുറച്ച് ഫുള്ള് ഉള്ളിലായിരിക്കും. അതേപോലെയാണ് ലിപ്പിഡ് ലെയറിൽ ആരെ കാണാം? പ്രോട്ടീനെ കാണാം. പ്രോട്ടീൻസ് ഓഫ് ഐസ്ബർഗ്സ് ഇൻ സീ ഓഫ് ലിപ്പിഡ്സ്. ഓക്കെ, അപ്പൊ ഇവർക്കൊരു സെമി ഫ്ലൂയിഡ് നാച്ചർ ആണ്. ആർക്ക്? സെൽ മെംബ്രെയിന്. സെൽ മെംബ്രെയിന് സബ്സ്റ്റൻസിനെ സെലക്ടീവ്ലി പെർമിബിൾ ആണ്. എന്നുവെച്ചാൽ എല്ലാരെയും പുറത്തോട്ട് ഉള്ളിലോട്ട് കടത്തി വിടൂല, അല്ലെ എല്ലാരെയും പുറത്തോട്ട് കടത്തി വിടൂല. ചില ആൾക്കാരെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുള്ളൂ. ഓക്കെ, സോ it is a selectively permeable membrane. What about cell wall? Cell wall is a fully permeable membrane. Cell wall അങ്ങനെ വിവേചനമൊന്നുമില്ല, എല്ലാരെയും കടത്തി വിടുന്ന ആളാണ് സെൽ വാൾ. പക്ഷെ സെൽ മെംബ്രെയിൻ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. സെൽ മെംബ്രെയിൻ ഇസ് സെലക്ടീവ്ലി പെർമിബിൾ. ഓക്കെ, അപ്പൊ ഇവർക്കൊരു ഫ്ലൂയിഡ് നാച്ചർ എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഫ്ലൂയിഡ് നാച്ചർ കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് ഇവർക്ക്. എന്തൊക്കെയാ? ഫ്ലൂയിഡ് നാച്ചർ, the fluid nature of cell membrane helps in cell growth, cell division, secretion, അതേപോലെ ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെൽ മെംബ്രെയിന്റെ ഈ ഫ്ലൂയിഡ് നാച്ചർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സെൽ മെംബ്രെയിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, അല്ലാതെ ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഞാനുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ റിവിഷൻ പോലെ നിങ്ങൾ ഇത് എടുക്കണം കേട്ടോ. നമ്മളെ ക്രാഷ് കോഴ്സ് ആണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അപ്പൊ സോ ദാറ്റ് ഇസ് സെൽ മെംബ്രെയിൻ. ഓക്കെ, സെൽ മെംബ്രെയിൻ ആയിട്ട് പഠിച്ചു. ഇനി സെല്ലിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ എന്താ വിളിക്കുക? സൈറ്റോപ്ലാസം അല്ലെ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സൈറ്റോപ്ലാസം? ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും മെറ്റബോളിസം മൊത്തം നടക്കുന്ന സ്ഥലമാണെന്ത്? സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസ്റ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് ഓർഗനൽസിനെ പറ്റിയിട്ട്. വാട്ട് ആർ ദ ഓർഗനൽ? യൂക്കാരിയോട്ടിക് സെല്ലിലുള്ള കുറച്ച് ഓർഗനൽസ്. ഏതൊക്കെയാ ഓർഗനൽസ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ഇതിനാണ് സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുക കേട്ടോ. സെൽ ഓർഗനൽസ്. ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്, ലൈസോസോം ഉണ്ട്, പിന്നെ ആരാടുള്ള റൈബോസോം ഉണ്ട്, സിലിയ ആൻഡ് ഫ്ലജെല്ല, നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ആരാ സെൻട്രോസോം ഉണ്ട്, പിന്നെ ആരാ മൈറ്റോകോൺട്രിയ ഉണ്ട്, വെരി ഇമ്പോർട്ടന്റ് മൈറ്റോകോൺട്രിയ ഉണ്ട്, പ്ലാസ്റ്റിക്സ് ഉണ്ട്. എല്ലാരെ പറ്റിയും കുറച്ച് കാര്യം നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആളാരാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ.
സോ ഈ ആദ്യത്തെ 4 സെൽ ഓർഗൻ അല്ലേ, ഇവരെ മൊത്തത്തിലെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇവര് 4 പേരെയും കൂടെ വിളിക്കുന്ന പേരാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. എന്ന് വെച്ചാൽ ഇവര് 4 പേര് ഒരുമിച്ചാ ഫംഗ്ഷൻ ചെയ്യുക. ഒരാളെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ചെയ്യുന്ന ആളാണ് ഗോൾജി, അത് കഴിഞ്ഞിട്ട് അടുത്താണ് വാക്യൂൾ, അത് കഴിഞ്ഞിട്ടാണ് ലൈസോസോം. ഇവര് 4 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഇവര്. ആ ടീമിനെ എന്ത് വിളിക്കുക? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. എന്താ വിളിക്കുക? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. അപ്പൊ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ആദ്യത്തെ ആളാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം ഞാൻ ന്യൂക്ലിയസ് വരച്ചപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. So this is endoplasmic reticulum. Endoplasmic reticulum ന്യൂക്ലിയർ മെംബ്രെയിന്റെ നേരത്തെ മാത്രമല്ല ഉണ്ടാവുക, സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാറുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 ടൈപ്പ് ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ അതിന്റെ സർഫസിന്റെ മുകളിൽ റൈബോസോം ഉണ്ടാവും, അവരെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുക. If ribosome is absent, they are smooth endoplasmic reticulum. What is the function of rough endoplasmic reticulum? Their function is protein synthesis. Synthesis of protein. What is the function of smooth endoplasmic reticulum? Their function is lipid synthesis. എന്തിനാ? ലിപ്പിഡ് സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പ്രോട്ടീൻ സിന്തസിസ് സഹായിക്കുന്ന ആളാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൈറ്റോപ്ലാസത്തിലും കാണാറുണ്ട്, ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും കാണാറുണ്ട്. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറ്റി. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ ഈ സ്പേസ് ഇല്ലേ, അതിനെയാണ് ല്യൂമൻ എന്ന് വിളിക്കുക. എന്താ? ല്യൂമൻ. എന്താ വിളിക്കുക? ല്യൂമൻ. ഓക്കെ, അപ്പൊ അത്രയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറ്റി പഠിക്കാനുള്ളത്. അടുത്ത ആരാ? ഗോൾജി അപ്പാരറ്റസ്. ആരാ? ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസ് എങ്ങനെയാണുള്ളത്? ഗോൾജിന്റെ ഈ ഓരോ ഈച്ച് മെമ്പേഴ്സ്, ആ ഗോൾജി അപ്പാരറ്റസിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്ററിനെ. എന്താ വിളിക്കുക? സിസ്റ്ററിനെ. ഓരോ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്ററിനെ. ആ വേർഡ് തന്നെ ഉണ്ട്. ഇറ്റ് ഹാസ് 2 phases, എ സിസ് ഫേസ് ആൻഡ് എ ട്രാൻസ് ഫേസ്. ഈ കോൺവെക്സ് ഫേസിനെ വിളിക്കുക. അപ്പം ഇതിൽ ഓരോ യൂണിറ്റിന് എന്താ വിളിക്കുക? സിസ്റ്ററിനെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗോൾജി അപ്പാരറ്റസ് ഇസ് മേഡ് അപ്പ് ഓഫ് സിസ്റ്ററിനെ. ഈ കോൺവെക്സ് ഫേസിലെ അതാണ് സിസ് ഫേസ്, ഈ കോൺകേവ് ഫേസ് ആണ് ട്രാൻസ് ഫേസ്. അപ്പൊ സിസ് പ്ലസ് ട്രാൻസ് ആണ് എന്ത്? സിസ്റ്ററിനെ. ഓക്കെ, സോ ഗോൾജി അപ്പാരറ്റസിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ദേ ഹെൽപ്പ് ഇൻ പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽ. ഇതിനെ ഹെൽപ്പ് ചെയ്യാം പാക്കേജിംഗ്. പാക്കേജിംഗ് സഹായിക്കുന്ന ആളാണ് ആര്? ഗോൾജി അപ്പാരറ്റസ്. പാക്കേജിംഗ്. അപ്പൊ ഗോൾജി പാക്കേജിംഗ്. ഗോൾജി പാക്കേജിംഗ്. ഗോൾജി അപ്പാരറ്റസ് ഹെൽപ്സ് ഇൻ പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഒന്നുമില്ല. അപ്പം നമ്മള് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലി എന്തായിരുന്നു? സിന്തസിസ് ഓഫ് പ്രോട്ടീനും ലിപ്പിഡും അല്ലെ. പ്രോട്ടീനും ലിപ്പിഡിനെ ഉണ്ടാക്കലാണ്. ആ ഉണ്ടാക്കിയ പ്രോട്ടീനെയും ലിപ്പിഡിനെയും പാക്ക് ചെയ്യുന്ന ആളാണ് ഗോൾജി അപ്പാരറ്റസ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, മോഡിഫൈ ചെയ്യാം. ഇപ്പം ഉണ്ടാക്കിയ വെറും ലിപ്പിഡ് ആണെങ്കിൽ ആ ലിപ്പിഡ്, അപ്പം നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ പറഞ്ഞു, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആരുണ്ടാക്കി? ലിപ്പിഡിനെ ഉണ്ടാക്കി എന്ന് വെച്ചു. ആ ലിപ്പിഡ് നേരെ എങ്ങോട്ടേക്ക് വരും? ഗോൾജിന്റെ അടുത്തെത്തും. ഗോൾജിന്റെ ഉള്ളിൽ കൂടെ ഈ ഗോൾജി ഈ ലിപ്പിഡിന്റെ ഉള്ളിലോട്ടേക്ക് കയറ്റി ഇങ്ങനെ 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 പോയി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങും. പുറത്തോട്ട് ഇറക്കുമ്പോഴേക്ക് ആ ഗോൾജി അപ്പാരറ്റസ് ലിപ്പിഡിനെ ഗ്ലൈക്കോ ലിപ്പിഡോ ആക്കി മാറ്റും, പ്രോട്ടീനെ ഗ്ലൈക്കോ പ്രോട്ടീൻ ആക്കി മാറ്റും. എന്ന് വെച്ചാൽ വെറും പ്രോട്ടീനും വെറും ലിപ്പിഡും ആയവരെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുക, അല്ലെ പാക്ക് ചെയ്യുക. ഈ ജോലിയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ Golgi apparatus. So packaging of material is their function. Okay. അപ്പോൾ ഓരോരുത്തരുടെയും ഏറ്റവും മെയിൻ ഫംഗ്ഷൻ എന്തായാലും ഓർമ്മ ചെയ്യുക കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തായിരുന്നു? സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. അടുത്തതാരാ? വാക്യൂൾ. അപ്പം വാക്യൂൾ എന്താന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് സബ്സ്റ്റൻസ്
സെല്ലിന്റെ ഉള്ളിലെ വാട്ടർ, ഓക്കെ, പ്രോട്ടീൻസ്, ലിപ്പിഡ് ഇവരൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഓർഗനലാണ് ആര്? വാക്യൂൾ. ഓക്കെ, സോ വാക്യൂളിന്റെ വാക്യൂൾ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടി? സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു ആളാണ് വാക്യൂൾ. സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് സബ്സ്റ്റൻസ്, വാട്ടർ, ലിപ്പിഡ്സ്, പ്രോട്ടീൻ ഇവയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഓർഗനലാണ് വാക്യൂൾ. വാക്യൂളിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ വാക്യൂളിന്റെ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. എന്താ വിളിക്കാം? ടോണോപ്ലാസ്റ്റ്. കവറിംഗ് ഓഫ് വാക്യൂൾ ഇസ് നോൺ ആസ് ടോണോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ടോണോപ്ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് വാക്യൂള്. ഈ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് നമ്മൾ നേരത്തെ സെൽ മെംബ്രെയിനെ പറഞ്ഞ പോലെ അവരും സെലക്ടീവ്ലി പെർമിയബിളാ. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടില്ല, ചില ആളെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കടത്തി വിടുള്ളൂ. ഇറ്റ് ഈസ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അടുത്തതാരാ? ലൈസോസോം. ആരാ? ലൈസോസോം. ലൈസോസോമിന്റെ ജോലി എന്താ? ഡൈജസ്റ്റ്. ഒരു സെല്ലിന്റെ ഉള്ളില് ഉണ്ടാക്കുന്ന സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് സബ്സ്റ്റൻസിന്, ഇപ്പം നമ്മള് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ഒക്കെ കുറെ ജോലികൾ ചെയ്യുന്നുണ്ട്. ഈ ജോലികൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് സബ്സ്റ്റൻസും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഈ വേസ്റ്റ് ഒക്കെ അങ്ങനെ ഇട്ടാൽ ശരിയാവോ? ഇല്ല. ആ വേസ്റ്റിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യുക, അല്ലെ പൊട്ടിക്കുക. ഓക്കെ, ആ ജോലിയാണ് ആര് ചെയ്യുന്നത്? ലൈസോസോം. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ലൈസോസോമിന്റെ ഉള്ളില് ഇഷ്ടംപോലെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ലൈക്ക് പ്രോട്ടിയേസസ്, ലിപ്പേസസ്, ന്യൂക്ലിയേസസ്, ഗ്ലൈക്കോസിഡേസസ് എന്ന് പറഞ്ഞ് കുറെ എൻസൈംസ് ഏതിന്റെ ഉള്ളിലുണ്ട്? ലൈസോസോമിന്റെ ഉള്ളിലുണ്ട്. അപ്പം ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് വേസ്റ്റിന്റെ മുകളിലോട്ടേക്ക് ഇവർ സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് വേസ്റ്റിനെ ഡൈജസ്റ്റ് അല്ലെങ്കിൽ പൊട്ടിച്ചു കളയും. ഓക്കെ, so they are known as suicidal bags of a cell. They are known as suicidal bags. എന്തുകൊണ്ടാ suicidal bags എന്ന് വിളിക്കുന്നത്? ഇൻ കേസ് ഇതെന്ന് വെച്ചാൽ ലൈസോസോം എന്ന് വെച്ചാൽ നല്ലൊരു മെംബ്രെയിന്റെ ഉള്ളിലാണ് ഈ എൻസൈം കാണുന്നത്. ഇൻ കേസ് ഈ മെംബ്രെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഒക്കെ പുറത്തു പോവും. പുറത്തു പോയിട്ട് ഒരു സെല്ലിനെ തന്നെ കൊല്ലാൻ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ഉള്ള കഴിവ് നമ്മുടെ ലൈസോസോമിനുണ്ട്. അതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കുന്നത്? സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു സെല്ലിന്റെ വേസ്റ്റ് ഡിസ്പോസൽ, അല്ലെ, വേസ്റ്റിനൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആളാണ് ആര്? ലൈസോസോം. അടുത്തതാരാ? റൈബോസോം. റൈബോസോമിന്റെ അപ്പൊ ഈ 4 പേരും മെംബ്രെയിൻ ബൗണ്ടഡ് സ്ട്രക്ചറാണ്. നല്ല അടിപൊളി മെംബ്രെയിൻ കവറിംഗ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഈ 4 പേരും മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. 4 പേരും യൂക്കാരിയോട്ടിക് സെല്ലിൽ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. 4 പേരെയും കൂടെ ഒരുമിച്ച് എന്തായിരുന്നു വിളിച്ചത് നമ്മള്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇനി 5ാമത്തെ ആളാണ് റൈബോസോം. റൈബോസോം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, they are നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെ? നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ റൈബോസോമിന്റെ പ്രത്യേകത, റൈബോസോം ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ റൈബോസോം യൂക്കാരിയോട്സിലുണ്ട്, പ്രോകാരിയോട്സിലുണ്ട്. യൂക്കാരിയോട്സിലുണ്ട്, പ്രോകാരിയോട്സിലുണ്ട്. ഓക്കെ, യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ റൈബോസോം ഉണ്ട്. പോരാണ്ട് അതല്ലാതെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലും ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലും ആരെ കാണുന്നുണ്ട്? റൈബോസോമിനെ കാണുന്നുണ്ട്. അപ്പൊ യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്നുണ്ട്. പിന്നെ എവിടെയാ കാണുന്നത്? ക്ലോറോപ്ലാസ്റ്റിലും എന്ന് പറയുന്ന സെൽ ഓർഗനലിന്റെ ഉള്ളിലും കാണുന്നുണ്ട്. അതേപോലെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലും ആരെ കാണുന്നുണ്ട്? റൈബോസോമിനെ കാണുന്നുണ്ട്. പിന്നെ എവിടെയാ കാണാം? പ്രോകാരിയോട്ടിക് സെൽ. എവിടെയാ കാണാം? പ്രോകാരിയോട്ടിക് സെൽ. അപ്പൊ ഈ റൈബോസോം വളരെ കുഞ്ഞു സ്ട്രക്ചർ ആണ്, നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. ഓക്കെ, സോ ഓരോന്നിലുള്ള റൈബോസോമിന്റെ സൈസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇൻ യൂക്കാരിയോട്ടിക് സെൽ ഇറ്റ് ഈസ് 80S. S stands for Swedberg unit. S എന്ന് വെച്ചാൽ ഇതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ ആണ് S. സ്റ്റാൻഡ്സ് ഫോർ Swedberg unit. ഓക്കെ, അപ്പൊ യൂക്കാരിയോട്ട് സെല്ലിൽ 80S ആണ് അതിന്റെ സൈസ്. ഇവര് മൂന്നിലും 70S ആണ് സൈസ്. 80S is made up of 60S plus 40S.
അപ്പൊ 60s 40s രണ്ട് കുഞ്ഞി റൈബോസോം ചേർന്നിട്ടാണ് ഇതുണ്ടാവുക 80s. ഓക്കെ, അതേപോലെ 70s is made up of 50s plus 30s. അപ്പൊ 70s എവിടെയൊക്കെ കാണുന്ന വെച്ചാൽ നിങ്ങളോട് പറയുന്നു യൂക്കാരിയോട്ടിക് സെല്ലിൽ 70s ആന്ന് വെച്ചാൽ മൊത്തത്തില് ശരിയല്ല. യൂക്കാരിയോട്ടിലെ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിലേതാ 70s പ്ലസ് പ്രോകാരിയോട്ടിക് സെല്ലും 70s. ഓക്കെ, യൂക്കാരിയോട്ടിക് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് എത്ര 80s. അപ്പൊ ഇതാണ് റൈബോസോമിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പൊ റൈബോസോം കുറെ റൈബോസോം കൂടി ചേർന്ന് അതിനെയാണ് നമ്മൾ പോളി റൈബോസോം എന്ന് വിളിക്കുക. ഓക്കെ, പോളി റൈബോസോം അല്ലെ പോളിസോം എന്നൊക്കെ വിളിക്കും. അവിടെ ഇനി അടുത്തത് സീലിയ ആൻഡ് ഫ്ലജല. സോ സെല്ലിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് സീലിയയും ഫ്ലജലയും. എന്താ വ്യത്യാസം സീലിയയും ഫ്ലജലയും തമ്മിലുള്ള? ഇതാണ് സീലിയ, ഇതാണ് ഫ്ലജല. രണ്ടിനെയും ഒരേ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൺലി ഡിഫറൻസ് സീലിയ കുഞ്ഞിയാണ്, കുറെ നമ്പർ ഉണ്ടാവും. ഫ്ലജല നീളം കൂടുതലാണ്, ഒന്നോ രണ്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇത് കുറെ നമ്പർ അല്ല, ഇത് കുറച്ച് നമ്പർ ഉണ്ടാകത്തുള്ളൂ, ഭയങ്കര നീളം കൂടിയതാണ്. ഇതോ കുറെ നമ്പർ ഉണ്ടാവും, നീളം വളരെ കുറവാണ്. രണ്ടുപേരുടെ ഫംഗ്ഷൻ എന്തിനാ? മൂവ്മെന്റ്. സോ മൂവ്മെന്റിന് സഹായിക്കുന്ന സാധനമാണ് സീലിയ ആൻഡ് ഫ്ലജല. സീലിയ ആൻഡ് ഫ്ലജല. ഓക്കെ, ഇനി സീലിയയുടെ ഫ്ലജലയുടെയും പിന്നെ നിങ്ങള് പിക്ചർ പഠിച്ചിട്ടുണ്ടാവും. സീലിയ ആൻഡ് ഫ്ലജല. നമ്മള് സീലിയയും ഫ്ലജലയും കൂടെ മുറിച്ചാലുള്ള പിക്ചർ ഞാൻ ടെക്സ്റ്റിലുണ്ട്. സീലിയയും ഫ്ലജലയും മുറിച്ചാലുള്ള പിക്ചർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ആ ഡയഗ്രാം നോക്കണം കേട്ടോ. This one. കണ്ടോ? ഓക്കെ, സോ പിക്ചർ നോക്കണം. സീലിയയും ഫ്ലജലയും മൂവ്മെന്റിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് സീലിയ ആൻഡ് ഫ്ലജല. ഓക്കെ, ഇനി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആരെയാണ് കണ്ടുവച്ച? റോബർട്ട് ബ്രൗൺ അല്ലെ? ആരാ? റോബർട്ട് ബ്രൗൺ. എഴുതിന്റെ മുള്ള ഓർക്കിഡിന്റെ റൂട്ട്. ഓക്കെ, ന്യൂക്ലിയസിനെ പറ്റി പറയുകയാണെങ്കിൽ ദിസ് ഇസ് ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസ് ഈ മെംബ്രെയിൻ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയർ മെംബ്രെയിൻ. എന്താ വിളിക്കുക? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഡബിൾ മെംബ്രെയിൻ ആണ് അല്ലെ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ഡബിൾ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഇല്ലേ, രണ്ട് മെംബ്രെയിന്റെ ഇടയിലുള്ള സ്പേസ്, അത് നമ്മൾ വിളിക്കും പെരിന്യൂക്ലിയർ സ്പേസ്. പെരിന്യൂക്ലിയർ സ്പേസ്. ഇനി ഈ രണ്ട് ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇടയ്ക്കുള്ള ഒരു പോറിനെ എന്താ വിളിക്കും? ന്യൂക്ലിയർ പോർ. എന്താ വിളിക്കുക? ന്യൂക്ലിയർ പോർ. ഇനി ദിസ് ഇസ് ന്യൂക്ലിയോളസ്. എന്താ വിളിക്കുക? ന്യൂക്ലിയോളസ്. ദിസ് ഇസ് ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ് പിന്നീട് കണ്ടൻസ് ചെയ്തിട്ട് എന്താവുക? ക്രോമസോം ആവുക. എന്താവുക? ക്രോമസോം ആവുക. ഓക്കെ, പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിന്റെ മുകളിൽ എന്ത് കാണും? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണും. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മുകളിൽ റൈബോസോംസ് ഉണ്ടെങ്കിൽ അതിന് റഫ് എൻഡോപ്ലാസ്മിക് എന്നും, റൈബോസോം ഇല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തിന്റെ? ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ കേട്ടോ. സോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ടാണ് ആരാവുക? ക്രോമസോംസ് ആവുക അല്ലെ? സോ ക്രോമസോം സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആവുന്നു. ഓക്കെ, സോ ക്രോമസോമിന്റെ
അറിയാം, രണ്ട് ക്രോമസോം ആദ്യത്തെ ആ കൺസ്ട്രക്ഷൻ, പ്രൈമറി കൺസ്ട്രക്ഷൻ ഓഫ് ക്രോമസോം ഇസ് നോൺ ആസ് സെൻട്രോമിയർ. എന്താ വിളിക്കുക? സെൻട്രോമിയർ. ചില ക്രോമസോമിന്റെ മുകളിൽ സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. എന്താ വിളിക്കുക? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. എന്താ ഈ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പൊ ഒരു ക്രോമസോമ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ നടുവിലാണ് ആ ഒരു എന്താ പറയാ രണ്ടും കൂടെ ചുരുളുന്ന അല്ലെ, അങ്ങനെയാണോ പറയാത്, ആ ഒരു ഇങ്ങനെ ആവുന്ന അതിനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുക. ചില സമയത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാണാറുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്. എന്താ പറയുക? സാറ്റലൈറ്റ് ഇസ് ദ സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഇനി നമ്മുടെ സെൻട്രോമിയറിന്റെ അടുത്ത് കാണുന്ന ആ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് നോൺ ആസ് കൈനറ്റോകോർ. Kinetochore. Okay, this is chromatids. Nara? Chromatids. Based on the attachment of centromere, chromosome 4 type ഉണ്ട്. ഏതൊക്കെയാ chromosome 4 type? What are the 4 types of chromosome? Metacentric, submetacentric, acrocentric and telocentric. ഇതാണ് മെറ്റാസെൻട്രിക്. ഇതാണ് സബ് മെറ്റാസെൻട്രിക്. അക്രോസെൻട്രിക്, telocentric. Okay, so centromere attach ചെയ്യുന്ന സ്ഥലത്തനുസരിച്ച് കേട്ടോ. മെറ്റ, സബ് മെറ്റ, അക്രോ ആൻഡ് ടീലോ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആ. ഷോർട്ട് ആമോ ലോങ് ആമോ രണ്ടിനും ഒരേ സൈസ് ആണ് ആമിന്. ഇതോ ഒരു വലിയ ലോങ് ആം, ഷോർട്ട് ആം. ഇത് ഭയങ്കര തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് തീരെ ടെയിലാണ്, ഏറ്റവും അറ്റത്തുരുത്തിരി ഒരാമുണ്ടോ, ഒന്ന് ഭയങ്കര വലുത്. ഓക്കെ, സോ ആ പേരുകൾ മാത്രം നോക്കിയാൽ മതി. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക്. അതാണ് ക്രോമസോം. ക്രോമസോമിന്റെ ഉള്ളിലെ DNA ചെറിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൈറ്റോകോൺഡ്രിയയും പ്ലാസ്റ്റിഡ്സും ഒക്കെ ഉണ്ട്. Mitochondria. Next is mitochondria. Then mitochondria. Mitochondria, what are the parts of mitochondria? Mitochondria in ഉള്ളിലുള്ള ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? മാട്രിക്സ് എന്ന് വിളിക്കും. രണ്ട് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. This is outer membrane, this is inner membrane. The space between outer membrane and inner membrane ഇടയ്ക്കുള്ള ഈ സ്പേസ് എന്ത് വിളിക്കും? ഇന്റർ മെംബ്രെയിൻ സ്പേസ്. എന്താ വിളിക്കുക? ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഇതിനെ മാട്രിക്സ് എന്ന് വിളിക്കും. മാട്രിക്സില് DNA കാണാറുണ്ട്. ഓക്കെ, അതേപോലെ മൈറ്റോകോൺഡ്രിയയിൽ ആരുണ്ടോ ഇവിടെ ഇവിടെയായിട്ട് റൈബോസോം ഉണ്ട്. റൈബോസോം ഏതാ സൈസ്? 70S. അപ്പൊ ഇതാണ് മൈറ്റോകോൺഡ്രിയ. വാട്ട് ഈസ് ദി ജോലി ഓഫ് മൈറ്റോകോൺഡ്രിയ? Mitochondria is the site of cellular respiration. Mitochondria is known as powerhouse of the cell. അറിയാലോ, ATP നെ ഉണ്ടാക്കുന്ന ആളാണ് മൈറ്റോകോൺഡ്രിയ. ഓരോ സെല്ലിലും ഓരോ ഭാഗത്തിന് ഓരോ ഓർഗനിലും ഓരോ ഹോമിന് പേരുണ്ട്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് മൈറ്റോകോൺഡ്രിയ, ബിക്കോസ് ATP സിന്തസിസ്. ATP ആണ് എനർജി കറൻസി ഓഫ് എ സെൽ അല്ലെ. ATP ഉണ്ടാക്കുന്ന ആളാണ് ആര്? മൈറ്റോകോൺഡ്രിയ. ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ ATP ഉണ്ടാവുക ഏത് വഴിയാ? ബൈ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെ. റെസ്പിറേഷൻ നടക്കുന്ന സൈറ്റ് ആണ്
മൈറ്റോകോൺട്രിയ. ഓക്കെ, പിന്നെ മൈറ്റോകോൺട്രിയയെ പറ്റി പറയുകയാണെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ ഈ ഒരു ഫോൾഡിങ്സിനെ കാണോ, ഇന്നർ മെമ്പറിന്റെ ആ ഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ. എന്താ വിളിക്കുക? ക്രിസ്റ്റൽ. നമ്മൾ ഗോൾജി ബോഡിയിലുള്ള ഓരോ യൂണിറ്റിനെ എന്തായാലും വിളിച്ച സിസ്റ്ററിനെയാണ്. സിസ്റ്ററിനെ ഇവിടെ എന്താ ക്രിസ്റ്റൽ മാറിപ്പോയത്. ക്രിസ്റ്റൽ ആരുടെ യൂണിറ്റാ? മൈറ്റോകോൺട്രിയയുടെ യൂണിറ്റാ. മറ്റേതോ സിസ്റ്ററിനെ എന്ന് വെച്ചാൽ ഗോൾജിയുടെ ജോലി പാക്കേജിങ്, മൈറ്റോകോൺട്രിയയുടെ ജോലി എനർജി.